അപ്പോൾ നമുക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി തന്നെ പയർവർഗ്ഗങ്ങളായ ബീൻസ്, കടല, പയർ എന്നിവ സ്ഥിരമായി കഴിക്കുന്നവർക്ക് ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യത കുറവാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ പ്രമേഹമുള്ളവർ ഇവ കഴിക്കുന്നതിലൂടെ പ്രമേഹ രോഗികളിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെയാണ് മത്സ്യത്തിന്റെ കാര്യവും. പ്രമേഹ രോഗികൾ ധാരാളം മീൻ, അതായത് മത്സ്യം കഴിക്കുന്നത് നല്ലതാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. മത്സ്യത്തിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. സാൽമൺ ഫിഷ്, മത്തി, അയല എന്നിവയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രമേഹത്തിന് മാത്രമല്ല ഹൃദയാരോഗ്യത്തിനു കൂടിയും മികച്ചതാണ്. ഇനി ഡയബറ്റിക് പേഷ്യൻസ് നിർബന്ധമായും കഴിക്കേണ്ട പച്ചക്കറികളുടെ കാര്യം നോക്കിയാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പാവയ്ക്കയും കോവയ്ക്കയുമാണ്. പ്രമേഹ രോഗികൾ ഭക്ഷണത്തിൽ ഇവ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പാവയ്ക്കയ്ക്ക് പ്രമേഹം നിയന്ത്രിക്കാൻ കഴിവുണ്ടെന്നാണ് പല പഠനങ്ങളും പറയുന്നത്. പാവയ്ക്കയിൽ അടങ്ങിയിട്ടുള്ള ചില ഘടകങ്ങളാണ് ഇതിന് സഹായിക്കുന്നത്. പാവയ്ക്ക മെഴുക്ക് പുരട്ടിയായോ തോരൻ വെച്ചോ ഒക്കെ നമുക്ക് പാവയ്ക്ക കഴിക്കാം. അതുപോലെ കോവയ്ക്കയിലും ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മളൊരു കുഞ്ഞു പ്ലേറ്റ് കോവയ്ക്ക മെഴുക്ക് പുരട്ടി കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറഞ്ഞൊരു പ്രതീതി തോന്നുമല്ലേ. കുറച്ച് ചോറും കുറച്ച് തൈരും കുറച്ച് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും കുറച്ച് മുളപ്പിച്ച പയറും തോരൻ വെച്ചതും കൂടിയായാൽ അത് നല്ലൊരു ഹെൽത്തി വെജ് ലഞ്ചാണ്. അതുപോലെ നെല്ലിക്കയും പ്രമേഹ രോഗികൾ കഴിക്കുന്നത് നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ദിവസവും ഒരു നെല്ലിക്ക നിർബന്ധമായും കഴിക്കുന്നത് ശീലമാക്കുക. ഒരെണ്ണം മതി, അതിൽ കൂടണ്ട. നെല്ലിക്ക കഴിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണെന്ന് കരുതി നെല്ലിക്ക കഷായമൊക്കെ കുടിക്കുന്നവരുണ്ട്. അതൊക്കെ അനാവശ്യമായ കാര്യങ്ങളാണ്. അമൃതായാലും അധികമായാൽ വിഷമെന്നല്ലേ പറയുന്നത്. അതിനാൽ തന്നെ ഒരു നെല്ലിക്ക വീതം ദിവസവും കഴിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതായി ബ്രൊക്കോളിയും ഈ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായി വളരെ നല്ലതാണ്. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ബ്രൊക്കോളി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. ഒപ്പം ഫൈബർ കണ്ടന്റ് ധാരാളം അടങ്ങിയ ചീരയും പ്രമേഹ രോഗികൾ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ കൂടുതൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണ്.